ശനിയാഴ്ചകളിൽ വ്രതം ഇരിക്കുന്നത് തന്നെ വളരെ ഗുണകരമാണ്. ശനിയാണ് ഈ ദേവതകളെയൊക്കെ കാണിച്ചു തരുന്നത്. ഇപ്പോൾ ഗ്രഹം, ഗ്രഹദേവത, അധിദേവത, പ്രത്യധിദേവത എന്നിങ്ങനെ ഒരു 4 വിഭാഗമുണ്ട്. ഇതെല്ലാം സർവ്വസാധാരണമായിട്ട് നമുക്ക് ഏവർക്കും അറിയാമായിരുന്ന കാര്യങ്ങളാണ് ഒരു 50 വർഷം മുമ്പ് വരെ. പിന്നെ അത് ലോപിച്ചു തുടങ്ങി. അപ്പോൾ ഈ ശനൈശ്വരൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഇങ്ങനെ ഓടുകയാണ്. യശ് ശനൈശ്ചരതി സ ശനൈശ്ചരഃ. സഹജമായ ധൈര്യമുള്ളവൻ എന്നുള്ളതാണ് ആ പദത്തെ കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇന്ന് ശനി എന്ന് കേട്ട് കഴിഞ്ഞാൽ എന്തോ ദോഷമാണ് എന്നുള്ള ആ ഒരു തലത്തിലേക്ക് വ്യാഖ്യാനമൊക്കെ പോയി കഴിഞ്ഞു. പദത്തിന് ഒരുപാട് അർത്ഥമുണ്ട്. ഇവിടെ നമ്മൾ ധൈര്യത്തെ വേണം കൂട്ടുപിടിക്കാനായിട്ട്. അങ്ങനെയാണ് ശനൈശ്ചരഃ എന്നാണ്, ശനൈശ്ചരഃ എന്നാണ് ആ വാക്ക് തന്നെ. അത് മാറി, അത് പോട്ടെ. ശനൈശ്വര അഷ്ടോത്തരം നമുക്ക് ജപിക്കാം. തീർച്ചയായിട്ടും ഗ്രഹദേവതാ പ്രീതിക്ക് അത് കാരണമാകും. കഴിയുമെങ്കിൽ നിത്യം ജപിക്കാം, ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ശനിയാഴ്ച എങ്കിലും ചെയ്തു പോരുന്നത് നന്നായിരിക്കും.